ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇന്ത്യ ചൈന ഇക്കണോമിക് കോമ്പറ്റീഷൻ വളരെ ചൂടുപിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോവിഡ് സമയം മുതൽ ചൈനയുടെ സാമ്പത്തിക രംഗങ്ങളിലും സമ്പദ് വ്യവസ്ഥയിലും ഒരു റിവേഴ്സ് ട്രെൻഡ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ട്രംപിൻ്റെ വരവോടുകൂടി ട്രംപ് ആരംഭിച്ച ടാരിഫ് വാർ, ഈ ഗ്ലോബൽ ഈവൻസ് എല്ലാം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ചൈനയിൽ നിന്നും പല പ്രമുഖ കമ്പനികളും അവരുടെ സപ്ലൈ ചെയിൻസ് അല്ലെങ്കിൽ ഗ്ലോബൽ മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് ചൈനയിൽ നിന്നും മാറ്റി സ്ഥാപിക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട കമ്പനികളായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആപ്പിൾ, സ്മാർട്ട് ഫോണിൻ്റെ അല്ലെങ്കിൽ ഐഫോണിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള ആപ്പിൾ, അതുപോലെ തന്നെ സാംസങ്, ഇതൊക്കെ നമ്മൾ റിപ്പോർട്ടുകൾ അറിയപ്പെടുന്ന കമ്പനികളുടെ കാര്യങ്ങളാണ്. പൊതുവെ റിപ്പോർട്ടുകൾ വരാത്ത കമ്പനികളും ഒട്ടനവധി ചെറുതും വലുതുമായിട്ടുള്ള ഇടത്തരം കമ്പനികളൊക്കെ തന്നെ ചൈന ഓപ്പറേഷൻസ് നിർത്തി. കാരണം ഏറ്റവും പ്രധാനമായിട്ട് അവർക്ക് ചൈനയിൽ മാനുഫാക്ചർ ചെയ്ത അവരുടെ പ്രോഡക്ട്സ് അമേരിക്കൻ മാർക്കറ്റിൽ വിൽക്കാൻ സാധിക്കത്തില്ല. കാരണം വർദ്ധിച്ച തോതിലുള്ള താരിഫ് നിലനിൽക്കുന്നതുകൊണ്ടും ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അത് ചൈനയുടെ മുകളിൽ ഇമ്പോസ് ചെയ്തുകൊണ്ടും. അപ്പോൾ അവർ അടുത്ത ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ നോക്കുക എന്നുള്ളതാണ് കോർപ്പറേഷൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രീതികൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യ മാത്രമല്ല ഒരു ഫേവേർഡ് ഡെസ്റ്റിനേഷൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിയറ്റ്നാം, മെക്സിക്കോ അല്ലെങ്കിൽ ഇന്തോനേഷ്യ, ഈവൻ ഫിലിപ്പീൻസ് പോലും പിന്നെ ചീപ്പായിട്ടുള്ള ലേബറോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഫെസിലിറ്റീസൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യ അല്പം കൂടെ, വിയറ്റ്നാം ഓൾറെഡി നമ്മളെക്കാളിലും ബെറ്റർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും സപ്ലൈ ചെയിനും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രാജ്യമാണെങ്കിൽ തന്നെയും ഇന്ത്യയെക്കാളിലും വളരെ ബെറ്റർ ആയിട്ടുള്ള ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ വികസിതമായിട്ടുള്ള അല്ലെങ്കിൽ വികസിക്കപ്പെട്ട ഒരു രാജ്യമാണ് വിയറ്റ്നാം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. ഗവൺമെൻറ് പ്രോആക്റ്റീവായിട്ട് ഈ പറഞ്ഞ കമ്പനികളെയൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ചൈനയിൽ നിന്നും വർദ്ധിച്ച തോതിലുള്ള, കാരണം ചൈനയ്ക്ക് ഇപ്പോഴും ലോക സാമ്പത്തിക മേഖലയുടെ മുകളിൽ നല്ല സ്വാധീനമുണ്ടല്ലോ, പലതരത്തിലുള്ള റിസോഴ്സിൻ്റെ മുകളിലും ഇല്ലേ, വിഭവങ്ങളുടെ മുകളിലും ഒക്കെ തന്നെ വൻതോതിലുള്ള സ്വാധീനം, ഡോമിനൻസ് ചൈനയ്ക്കുണ്ട്. അപ്പോൾ ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി ആയിക്കൊണ്ടിരിക്കുന്നത് ചൈനയുടെ ഇലക്ട്രോണിക്സ് വ്യവസായത്തിൽ നിന്നും ഈ പറഞ്ഞ കമ്പനികളൊക്കെ തന്നെ പിന്നോട്ട് മാറുന്നു, അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യത്തെ ലക്ഷ്യമാക്കി അവർ നീങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കെതിരെ ഇതുപോലുള്ള എന്താണ് പറയുന്നത്, ഈ സമ്മർദ്ദം ശക്തമാക്കുക എന്നുള്ളത് ചൈനയുടെ ഒരു പിന്നെ അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് അങ്ങനെ ഒരു സമ്മർദ്ദ തന്ത്രം ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അത് പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് സെക്ടറിൽ, ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട, സ്മാർട്ട് ഫോണിൻ്റെ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട ആ ഒരു മേഖലയിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ടോപ്പിക് തന്നെ പാരവയ്പിൽ സ്മാർട്ടാണ് ചൈന എന്ന് പറയുന്നത്. അപ്പോൾ സ്മാർട്ട് ഫോണുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായത്തിലാണ് അവരുടെ പുതിയ തന്ത്രങ്ങൾ അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നിർണായകമായിട്ടുള്ള ക്രിട്ടിക്കലായിട്ടുള്ള മിനറൽസ്, ധാതുക്കളുടെ ഉപകരണങ്ങളുടെയൊക്കെ വിതരണത്തിന് ബാൻ ഏർപ്പെടുത്തി അല്ലെങ്കിൽ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയുടെ ഏകദേശം $6400 കോടി മൂല്യമുള്ള സ്മാർട്ട് ഫോൺ വ്യവസായത്തെ ആശങ്കയിലാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് ചൈനയുടെ ഭാഗത്തു നിന്നുമുള്ള വ്യാപാര നിയന്ത്രണങ്ങൾ ഇന്ത്യയിലെ ഇലക്ട്രോണിക്സ് വ്യവസായത്തെ. കാരണം വളരെ ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇന്ത്യയിലെ ഈ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിനകത്ത് സ്മാർട്ട് ഫോണിൻ്റെ മാനുഫാക്ചറിങ് എല്ലാം ഉൾപ്പെടും. അപ്പോൾ ഇന്ത്യയുടെ സെല്ലുലാർ ആൻഡ് ഇലക്ട്രോണിക്സ് അസോസിയേഷൻ ICEA, നമ്മുടെ IT മന്ത്രി അശ്വിനി വൈഷ്ണവിനെ ഈ കാര്യം ധരിപ്പിക്കുകയും, കാരണം അവരുടെ വ്യവസായം അല്ലെങ്കിൽ ആ സെക്ടർ നേരിടുന്ന പ്രശ്നങ്ങൾ, ചൈനയിൽ നിന്നുള്ള ഈ ഒരു നീക്കുപോക്കുകൊണ്ട് ഈ സെക്ടർ നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മിനിസ്റ്ററിനെ അല്ലെങ്കിൽ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്ത്യയിലെ സുഗമമായിട്ടുള്ള ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ്. അതുപോലെ തന്നെ അതിൻ്റെ ചിലവുകൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള, കാരണം ചിലവ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പ്രോഡക്ട്സിന് കോസ്റ്റ് കൂടും,
കോസ്റ്റ് കൂടുമ്പോൾ അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റഴിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ അതിനുള്ള രീതികൾ അല്ലെങ്കിൽ തന്ത്രങ്ങളാണ് ചൈന ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കയറ്റുമതി ഭീഷണിക്കത് കയറ്റുമതിക്ക് ഒരു ഭീഷണി സൃഷ്ടിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു പ്രതിരോധം സൃഷ്ടിക്കാനും അല്ലെങ്കിൽ ബദൽ സംവിധാനങ്ങളൊക്കെ കണ്ടെത്തുവാനും കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ സാധിക്കത്തുള്ളൂ, അല്ലേ? അപ്പോൾ മറ്റൊരു ഓൾട്ടർനേറ്റീവ് രീതികൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് കൂടുതൽ ചെലവുകൾ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും എന്നുള്ളൊരു വസ്തുതകളുണ്ട്. അതായത് കഴിഞ്ഞ 7-8 മാസമായിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പ്രതിസന്ധി നേരിടുന്നത്. ഈ പറഞ്ഞ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രോണിക്സ് സെക്ടറിലെ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെയും ഉപകരണങ്ങളുടെയൊക്കെ തന്നെ കയറ്റുമതി. കാരണം ചൈനയിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ റോ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നത്. അത് കമ്പോണൻസ് ആയാലും എക്യുപ്മെൻറ്റ്സ് ആയാലും ഇൻസ്ട്രുമെൻറ്റ്സ് ആയാലും റോ മെറ്റീരിയൽസ് ആയാലും ഇതെല്ലാം നമുക്ക് ചൈനയിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ ഇവിടെ പ്രൊഡക്ഷൻ നമുക്ക് നടത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്തരം ഉപകരണങ്ങളുടെയും വസ്തുക്കളുടെയും ഒക്കെ തന്നെ കയറ്റുമതി ചൈന ഗണ്യമായിട്ട് നിയന്ത്രിച്ചിട്ടുണ്ട്. ഹെവി ഡ്യൂട്ടി ബോറിംഗ് മെഷീനുകൾ ഇതൊക്കെ തന്നെ ഈ പറഞ്ഞ മേഖലയിൽ നമുക്ക് വളരെ അധികം ഉപയോഗമുള്ളതാണ്. അപ്പോൾ ഇതിന് പൂർണ്ണമായിട്ടുള്ള കയറ്റുമതി നിരോധനമോ അല്ലെങ്കിൽ കസ്റ്റംസ് അവിടുന്ന് കയറ്റി അയക്കുന്നതിൽ കാലതാമസമൊക്കെ വരുത്തുന്നുണ്ട് ചൈന എന്ന് പറയുന്നത്. ഇപ്പം ജപ്പാൻ, ദക്ഷിണ കൊറിയ, സൗത്ത് കൊറിയ ഇതുപോലുള്ള രാജ്യങ്ങളെ നമ്മൾ ആശ്രയിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് 3 മുതൽ 4 മടങ്ങ് വരെ ചെലവ് കൂടും എന്നുള്ളത് കൊണ്ട് നമുക്ക് ആ ആൾട്ടർനേറ്റീവ് സംവിധാനത്തിൽ നമുക്ക് ആശ്രയിക്കാൻ കഴിയത്തില്ല. ചൈന തന്നെയാണ് നമുക്ക് ആശ്രയം. കാരണം കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് നമുക്ക് ഇവിടുന്ന് സാധനങ്ങൾ കിട്ടും, പിന്നെ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രതിസന്ധി കാരണം നമുക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബോഡി കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഉൽപ്പാദന ചെലവ് കൂടുകയാണെങ്കിൽ ഫൈനൽ പ്രോഡക്ട്സിൻ്റെ വിലയും കൂടും. അപ്പോൾ അത് നമുക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോമ്പറ്ററ്റീവായിട്ട് നമുക്ക് ഇപ്പോഴും ചൈനയിൽ നിന്നും വൻതോതിൽ ഉൽപ്പന്നങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ അവയോട് മാച്ച് ചെയ്യത്തക്ക രീതിയിലുള്ളൊരു കോമ്പറ്ററ്റീവ് പ്രൈസ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അന്താരാഷ്ട്ര വിപണിയിൽ നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ജപ്പാനെയും ചൈനയും കൊറിയയൊക്കെ നമുക്ക് അവിടെ നിന്നൊക്കെ ഈ പറഞ്ഞ ഉപകരണങ്ങളും റോ മെറ്റീരിയൽസൊക്കെ നമുക്ക് ലഭിക്കും. പക്ഷേ ചിലവ് ഇവിടെ വരുമ്പോഴത്തേക്ക് 3 to 4 ടൈംസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് ഫൈനൽ പ്രോഡക്റ്റ് പ്രൈസിനെ അത് ബാധിക്കുകയും നമുക്കത് പിന്നെ കോമ്പറ്ററ്റീവ് പ്രൈസിൽ വിറ്റഴിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളുടെ ഇലക്ട്രോണിക് ഇൻഡസ്ട്രി പ്രത്യേകിച്ച് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് ഏറ്റവും ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ഈ അമേരിക്കൻ ടാരിഫ് ചൈനയ്ക്ക് മുകളിൽ ഏർപ്പെടുത്തിയതിനു ശേഷവും ആപ്പിൾ, സാംസങ് ഇതുപോലുള്ള കമ്പനികൾ ചൈനയിൽ നിന്ന് പലായനം ചെയ്യാൻ അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് മാറുവാനുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ തീർച്ചയായിട്ടും ചൈന തിരിച്ച് അവരുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അപൂർവ ധാതുക്കൾ എന്ന് പറഞ്ഞാൽ വളരെ റെയർ മിനറൽസ്, ക്രിട്ടിക്കലായിട്ടുള്ള മിനറൽസ്, ധാതുക്കൾ, ഇതൊക്കെ തന്നെ സ്മാർട്ട് ഫോണുകളുടെയും ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയൊക്കെ തന്നെ ഇലക്ട്രോണിക് ഉപകരണം ഇപ്പോൾ നമ്മൾ ഇതിലൊക്കെ ഉപയോഗിക്കുന്ന സെല്ല്, മറ്റു രീതിയിലുള്ള കമ്പോണൻസ്, പാർട്സ്, ഇതൊക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അസംസ്കൃത വസ്തുക്കളായിട്ടുള്ള നിർണായക ധാതുക്കൾ, ക്രിട്ടിക്കൽ മിനറൽസിൻ്റെയൊക്കെ ആവശ്യം നമുക്കുണ്ട്. അത് ചൈനയെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പം ചൈനയിൽ നിന്നും അവർ കയറ്റുമതി ചെയ്യുന്നതിന് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. അത് ഇന്ത്യയിലേക്ക് മാത്രമല്ല, മറ്റു അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെല്ലാം മുകളിൽ ആ നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. റെയർ എർത്ത് മിനറൽസിൻ്റെ, റെയർ എർത്ത് മാഗ്നറ്റ്സിൻ്റെ ഒക്കെ. അപ്പോൾ അത് ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ് അവർക്ക് ഇതൊന്നും പറഞ്ഞാലും. അപ്പോൾ ഈ ചൈനയ്ക്ക് ഈ പറഞ്ഞ അപൂർവ ധാതുക്കളുടെ മുകളിലൊക്കെ വലിയ സ്വാധീനമാണുള്ളത്. റെയർ മിനറൽസ്, റെയർ മെറ്റൽസ് എന്നൊക്കെ പറയുന്നത്, റെയർ മിനറൽസ്. അതുപോലെ തന്നെ യാത്രാ നിയന്ത്രണങ്ങൾ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. കാരണം ഇന്ത്യയിലെ ഫോക്സ്കോണിലെ പിന്നെ ഫോക്സ്കോണിൽ വർക്ക് ചെയ്യുന്ന ചൈനീസ് പൗരന്മാരെ, സാങ്കേതിക വിദഗ്ധരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ ചൈന തിരിച്ചു വിളിക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതുമൊക്കെ തന്നെ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കുകയും സങ്കീർണമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൈനയിൽ നിന്ന് കൊണ്ടിരുന്ന ഈ പറഞ്ഞ എക്യുപ്മെൻസും അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻസും ഒക്കെ തന്നെ സുഗമമായിട്ട് വളരെ ഈസിയായിട്ട് ഇത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ, കൈകാര്യം ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ വിദഗ്ധരുടെ
കാരണം വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഈ ചൈനീസ് വിദഗ്ധരുടെ സഹായം സേവനം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അവരെ തിരിച്ചു വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മേഖല അല്ലെങ്കിൽ അവരെ ഉപയോഗപ്പെടുത്തുന്ന കമ്പനികൾ ഫോക്സ്കോണൊക്കെയാണ് ആപ്പിളിൻ്റെ മാനുഫാക്ചറേഴ്സ്. എന്നുവെച്ചാൽ ആപ്പിൾ ഫോക്സ്കോണിനെയും ടാറ്റയൊക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടാറ്റയിൽ അത്ര പ്രശ്നമില്ല, കാരണം ടാറ്റ കൂടുതലും എംപ്ലോയ് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ, തായ്വാൻ സ്റ്റാഫിനെയാണ്. ചൈനീസ് സ്റ്റാഫിനെ അത്രയ്ക്കില്ല. ഫോക്സ്കോണിലാണ് ഏറ്റവും കൂടുതൽ ഈ ചൈനീസ് സിറ്റിസൺസ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെ തിരിച്ചു വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, ജോലി ചെയ്യാൻ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വശം, മറുവശമല്ല, മറ്റൊരു വശങ്ങളുണ്ട്. അപ്പോൾ ചൈന ഏതെല്ലാം രീതിയിൽ നമുക്കെതിരെ ഈ പറഞ്ഞ പ്രഷർ ടാക്ടിക്സ് അല്ലെങ്കിൽ ഈ സമ്മർദ്ദ തന്ത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ അതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചൈനയ്ക്ക് ശക്തമായിട്ടുള്ള കോമ്പറ്റീഷൻ ഇന്ത്യ ഇപ്പം നൽകുന്നുണ്ട് എന്നുള്ളതാണ് പല മേഖലകളിലും. അതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും അവർ ഈ പറഞ്ഞ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവർക്ക് നഷ്ടങ്ങളില്ലെങ്കിൽ അവർക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് സാരമായിട്ടുള്ള നഷ്ടങ്ങൾ അല്ലെങ്കിൽ പരിക്കുകൾ പറ്റിത്തുടങ്ങി എന്നുള്ളതിൻ്റെ തെളിവാണ് അവരിപ്പോൾ അവരുടെ ഈ ഒരു പിന്നെ നിലപാടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തീർച്ചയായിട്ടും ഇടപെട്ടാൽ മാത്രമേ ഇതിനകത്തിൽ പരിഹാരങ്ങൾ കാണാൻ സാധിക്കത്തുള്ളൂ. ഈ പറഞ്ഞ വിഷയത്തിലൊക്കെ ഇടപെടുന്നതിനും ഈ ഇലക്ട്രോണിക് വ്യവസായത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനൊക്കെ തന്നെ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കമ്പനികൾ നമ്മൾ പറഞ്ഞ ബോഡി ഉണ്ടല്ലോ, ഇന്ത്യ സെല്ലുലാർ ആൻഡ് ഇലക്ട്രോണിക്സ് അസോസിയേഷൻ, കേന്ദ്ര ഗവൺമെൻറ് സമീപിച്ചിരിക്കുന്നത്. ഏകദേശം 2410 കോടി ഡോളറിൻ്റെ സ്മാർട്ട് ഫോൺ കയറ്റുമതിയാണ് 2025 സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെട്ടത്. അതായത് ഇതുവരെയുള്ള 2025 ഏപ്രിൽ, മെയ്, ജൂൺ, അപ്പം ഇത്രയായിട്ടുള്ളൂ. അപ്പം എന്നിട്ട് തന്നെ നമുക്ക് 2410 കോടി ഡോളറിൻ്റെ സ്മാർട്ട് ഫോൺ കയറ്റുമതി നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഇൻഡസ്ട്രി ശരിക്കും പറഞ്ഞാൽ ബൂമിംഗ് ആണ്, നല്ല രീതിയിലുള്ള വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ പ്രോആക്റ്റീവായിട്ട് വളരെ അഗ്രസീവായിട്ട് ഇതിനകത്തിൽ ഇടപെട്ടതിന് പരിഹാരങ്ങൾ കണ്ടില്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി നമുക്ക് പണ്ട് നഷ്ടപ്പെട്ട അവസരങ്ങൾ പോലെ തന്നെ വീണ്ടും നമുക്ക് ഈ അവസരങ്ങൾ നമുക്ക് നഷ്ടമാകും. നമ്മുടെ രാജ്യത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയുടെയൊക്കെ തന്നെ വളർച്ചയ്ക്ക് അത് ഭയങ്കരമായിട്ടുള്ള പരിക്കുകൾ ഏൽപ്പിക്കും, അല്ലെങ്കിൽ വിഘാതം സൃഷ്ടിക്കും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് വളരെ സമയബന്ധിതമായിട്ട് കൃത്യമായിട്ട് ഇടപെട്ട് ഈ പറഞ്ഞ പ്രശ്നത്തെ പരിഹരിച്ചില്ലെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ 1980-കളിലൊക്കെ തന്നെ ഇന്ത്യ സെമി കണ്ടക്ടർ മേഖലയിലൊക്കെ തന്നെ ചുവടുവെപ്പ് നടത്തിയതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നമുക്ക് നഷ്ടമായത്. അതുപോലെ തന്നെ ഇന്ത്യ ഇപ്പം 80-കളിലൊക്കെ തന്നെ ഇലക്ട്രോണിക്സ് ഈ പറഞ്ഞ രംഗത്തൊക്കെ ചൈനയെക്കാളിലൊക്കെ ഒത്തിരി മുന്നേറ്റം ഉണ്ടാക്കി തുടങ്ങിയ ഒരു രാജ്യമായിരുന്നു. പക്ഷേ അതിനെ ഒന്നും നമുക്ക് ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അപ്പോഴത്തേക്ക് ചൈന ഓൾറെഡി രംഗപ്രവേശനം ചെയ്യുകയും അവർ ശക്തമായിട്ട് മുന്നോട്ട് വരികയും ഗ്ലോബൽ ട്രേഡിൽ അവർ ഒത്തിരി മുന്നോട്ട് പോവുകയും നമ്മൾ ഒത്തിരി പുറമോട്ട് പോവുകയൊക്കെ ചെയ്ത കാഴ്ചയാണ് നമുക്ക് ചരിത്രം നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ ഇതുപോലുള്ള അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതേ ഒരു കാലഘട്ടത്തിലേക്ക് വീണ്ടും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ചയൊക്കെ നമുക്ക് കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് ശക്തമായിട്ടുള്ള ഇടപെടൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. ഇലക്ട്രോണിക് ഇൻഡസ്ട്രി മാത്രമല്ല, മറ്റെല്ലാ പ്രധാനപ്പെട്ട വൈറ്റലായിട്ടുള്ള ഇൻഡസ്ട്രീസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് ശക്തമായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് സംവിധാനങ്ങൾ മറ്റു രാജ്യങ്ങളോട് കൈകോർത്ത് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഇതുപോലുള്ള പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഈ സെക്ടറിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബോഡീസ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കേണ്ടി വന്നതൊക്കെ തന്നെയാണ്. നമ്മൾ നേരത്തെ സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ കാര്യം പറഞ്ഞാണ്. സ്റ്റീൽ ഇൻഡസ്ട്രി ഒത്തിരി നാളായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയുന്നുണ്ട്. കാരണം ചൈനയിൽ നിന്നും ജപ്പാൻ, കൊറിയ ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള സ്റ്റീലിൻ്റെ വൻതോതിലുള്ള ഇറക്കുമതി കാരണം നമ്മുടെ ഇന്ത്യയിലെ സ്റ്റീൽ വ്യവസായങ്ങൾ ആകെപ്പാടെ തകർന്നടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയും ഇപ്പോൾ നല്ല വളർച്ച കൈവരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ചൈന പോലുള്ള രാജ്യത്ത് നിന്ന് നമുക്ക് ഇതുപോലുള്ള വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കമ്പോണൻസ്, സ്പെയർ, മിനറൽസ്
ഇതൊക്കെ ലഭിക്കുന്ന ഈ ഒരു സാധ്യത നമ്മൾ ഇല്ലാതാക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയും തകർന്നടിയും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കേന്ദ്ര ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നിലപാടെടുക്കും തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ചൈന ശക്തമായിട്ടുള്ള ഈ ഇക്കണോമിക് കോമ്പറ്റീഷനിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ഏത് തരത്തിലുള്ള തന്ത്രങ്ങളും പ്രയോഗിക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ഫലമായിട്ടാണ് നമുക്ക് മറ്റ് തന്ത്രപരമായിട്ടുള്ള പ്രതിരോധ തന്ത്ര മേഖലകളൊക്കെ തന്നെയുള്ള അവരുടെ ചില ഇടപെടലുകളും ഒക്കെ തന്നെ നമ്മളുടെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കാനാണ്, അല്ലെങ്കിൽ വളർച്ചയെ തടസ്സപ്പെടുത്താനാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടമാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്തിൽ പോസിറ്റീവായിട്ടുള്ള ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചുവടുവെപ്പുകൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. മറ്റ് ടോപ്പിക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.